വയനാട് കാരാപ്പുഴ നദിയുടെ തീരത്ത് നല്ല ഒരു ലക്ഷറി സ്റ്റേ, നല്ലൊരു പ്രീമിയം സ്റ്റേ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇതിൽ ഒരു പൂളും ഒരുപാട് ഫെസിലിറ്റീസൊക്കെയുള്ള ഒരു കൊച്ചു റിസോർട്ടാണ്. നദിയിലേക്കുള്ള കാഴ്ച കണ്ടുകൊണ്ട് താമസിക്കാൻ പറ്റിയ 12 മുറികളടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. വയനാട് മേപ്പാടിയിലാണ് ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു വ്യൂ തന്നെ. നമ്മളെ ഈ റിസോർട്ടിലേക്ക് ആകർഷിക്കുന്നതും ഈ ഒരു വ്യൂ തന്നെ. എല്ലാവർക്കും മൈ ട്രിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വയനാടുള്ള കാസ ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ്. നമസ്കാരം, മൈ ട്രിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് വയനാട്ടിലെ കാരാപ്പുഴ ലേക്കിൻ്റെ സമീപത്തുള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ്. റിസോർട്ടിൻ്റെ പേര് കാസ ലേക്ക് വ്യൂ റിസോർട്ട്. ഒരു ലക്ഷറി റിസോർട്ടാണ് കേട്ടോ, പക്ഷേ അത്ര റേറ്റൊന്നുമില്ല. റേറ്റും മറ്റു കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. ഇതിൽ മൊത്തം 12 റൂമുകളുള്ള ഒരു റിസോർട്ടാണ്. എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ കാരാപ്പുഴ ലേക്കാണ്. ആ ലേക്കിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് വ്യൂ ആസ്വദിച്ചുകൊണ്ട് താമസിക്കാൻ പറ്റിയ മൊത്തം 12 മുറികളാണ് ഈ റിസോർട്ടിലുള്ളത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വ്യൂ തന്നെയാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ലേക്കിലേക്കുള്ള വ്യൂ തന്നെയാണ്. വളരെ അടുത്താണ് കേട്ടോ, നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ താഴെ ആണ് ഈ ലേക്ക് വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ലേക്ക് ആയിട്ട് അത്ര ക്ലോസ് ആയിട്ടുള്ള റിസോർട്ടാണ്. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ, ഇങ്ങനെ കാറ്റ് നല്ല ബ്രീസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം വൈകുന്നേരം 4 മണിയായി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഏകദേശം 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. 2 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം. നെക്സ്റ്റ് ഡേ 11 o'clock ചെക്ക് ഔട്ട് ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ 2 മണിക്ക് തന്നെ ഇവിടെ എത്തി. ഇന്നലെ വേറൊരു റിസോർട്ടായിരുന്നു, അത് കവർ ചെയ്തിട്ട് ആണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ന് മുതൽ നാളെ 11 മണി വരെ ഞങ്ങൾ ഈ റിസോർട്ടിലായിരിക്കും. ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ മുഴുവനായും കാണുക. ഞാൻ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും, റേറ്റ് അടക്കം, എത്ര റൂമുകളുടെ ചാർജ് അടക്കം ഞാനിതിൽ പറഞ്ഞിരുന്നുണ്ട്. കാസ ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ മുന്നിലേക്ക് പോകുന്ന റോഡാണിത്. അപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഇതുപോലുള്ള കുറേ ബിൽഡിങ്സ് കാണും. 3 ബിൽഡിങ്സ് കാണും. അതിൽ ലാസ്റ്റ് വൺ ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് റൂമാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൻ്റെ താഴെ എല്ലാ ബിൽഡിങ്ങിലും 4 റൂംസാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ 2, സെക്കൻഡ് ഫ്ലോറിൽ 2, ഗ്രൗണ്ട് ഫ്ലോറിൽ 2, ഫസ്റ്റ് ഫ്ലോറിൽ 2. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വെച്ചതിൽ നിന്ന് നേരെ മുന്നോട്ട് ഒരു ബ്രിഡ്ജിലൂടെ പോയാലും നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തും. ഇവിടെ കാണാമല്ലോ 2 സെപ്പറേഷനായിട്ട് 2 റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ താഴെയുണ്ട്. ഒരു ലക്ഷൂറിയസ് റൂമാണ്. ഇതിൻ്റെ ഫ്ലോർ ടൈൽസ് നല്ല രീതിയിൽ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട്. റൂം AC ആണ്. നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം സ്പേസും ഉണ്ട്. എല്ലാ മുറികളും ഈ ഒരു ശൈലിയിലാണ് ചെയ്യിച്ചുള്ളത്. താഴെയുള്ള മുറികൾക്ക് ചെറിയൊരു ലോണ്ടറി ഏരിയ ഉണ്ട്, അത് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. ബാത്റൂമും 2 സെപ്പറേഷൻ ഉണ്ട്. ഇവിടെ കുളിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബാത്ടബ് ഇവിടെ ഉണ്ട്. നൗ ഇവിടുത്തെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഈ റിസോർട്ടിനെ മറ്റുള്ള റിസോർട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഇതാണ്. ഇതിന്റെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന മനോഹരമായ ലേക്കിലേക്കുള്ള വ്യൂ തന്നെ. ഈവനിങ് ഒക്കെ ഈ വ്യൂ കണ്ടുകൊണ്ട് കുറേ സമയം നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും കേട്ടോ. പുറത്തേക്കൊന്നും പോകാൻ തോന്നൂല. ഇതാണ് ഇവിടുത്തെ മെയിൻ റിസപ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ ഇതൊന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. കാരണം 4 ബിൽഡിങ്, അതിന്റെ കോംപ്ലക്സ് സ്ട്രക്ചർ, അതിന്റെ ഇടയിൽ ഒരു ഭാഗത്തായിട്ടാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് റിസപ്ഷൻ വരുന്നത്. ചെറിയൊരു സ്പേസ് ആണെങ്കിലും നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഒതുക്കമുണ്ട്. പിന്നെ ചുമരിലൊക്കെ എന്തൊക്കെയോ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ലൈറ്റിങ്സ് ഒക്കെ നല്ലൊരു ഭംഗി ഈ ഒരു ഏരിയക്ക് നൽകുന്നുണ്ട്. നമ്മളൊരു റിസോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാലുകുത്തുന്നത് റിസപ്ഷനിലേക്കാണ്. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടെങ്കിലേ പിന്നെ അങ്ങോട്ടൊക്കെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്നിട്ട് കുറച്ച് സമയം താഴെ പാർക്കിൽ ചിലവഴിച്ചു, ചിൽഡ്രൻസ് പാർക്കിൽ. കാരണം മോളുടെ മെയിൻ ഉദ്ദേശം ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. ഒരു റിസോർട്ടിലേക്ക് വരുമ്പോൾ അവൾ ആദ്യം കാണുന്നത് അവിടുത്തെ പാർക്കാണ്. പാർക്കിൻ്റെയും പൂളിൻ്റെയും സൈഡിലായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമുക്ക് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കായലിലേക്കുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ ഈവനിങ് സ്നാക്സ് ആട്ടോ. നമുക്ക് ഇവിടുന്ന് റിസപ്ഷനിൽ നിന്ന് മെനു വന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. കാസ ലേക്ക് വ്യൂവിൻ്റെ മെനു ആണ്. ഇത് നോക്കിയിട്ട് നമുക്ക് രാത്രിത്തെ ഡിന്നർ അല്ല ഈവനിങ് സ്നാക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. ദുൽഖർ സൽമാൻ പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞതിൻ്റെ പാരഡി പോലെ നല്ല ചൂട് ചായയും
ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കായലിലേക്കുള്ള വ്യൂവും. ആഹാ, അന്തസ്. ഇവിടുത്തെ ഭംഗി ഇവിടെ വന്ന് തന്നെ അറിയണം, കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ റിസോർട്ടിൽ മൊത്തമായിട്ട് 3 ബിൽഡിംഗ് ആണുള്ളത്. ഓരോ ബിൽഡിങ്ങിലും 4 റൂമുകളാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 എണ്ണം, സെക്കൻഡ് ഫ്ലോറിൽ 2 എണ്ണം, അങ്ങനെയുള്ള റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഒരേ സ്റ്റൈൽഡാണ് റൂംസ് ഉള്ളത്. AC പ്രോപ്പർട്ടിയാണ്, മുഴുവൻ റൂമുകളിലും AC ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, ഇതിപ്പോൾ 2 ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർകണക്റ്റഡ് ഡോർ ഉണ്ടാവും. 2 റൂംസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് ഒരു റൂമിന്റെ റേറ്റിന് വരെ 2 റൂമിന്റെ റേറ്റ് കൊടുത്താൽ മതി. പക്ഷേ ഇന്റർ കണക്ഷൻ ഡോർ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്, കാരണം നമ്മൾ ഒരു ഫാമിലി മാത്രം എടുക്കുമ്പോൾ ഈ ഡോർ ക്ലോസ്ഡ് ആയിരിക്കും, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മളെ റൂമിൻ്റെ നേരെ താഴെയാണ് ഇവിടുത്തെ പൂള് വരുന്നത് കേട്ടോ. ആ പൂളിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്തു കേട്ടോ. ഡിന്നർ 8 മണിക്കാണ് ഡിന്നർ വരാനുള്ള ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത്. 8 മണിക്ക് അവർ എത്തിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് അതെന്തായാലും സർപ്രൈസ് ആയിരിക്കട്ടെ. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഗെയിം സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ ഗെയിം സെൻറ്റർ ഉണ്ട്, അതിൽ എന്തൊക്കെ ഗെയിംസ് എന്ന് നമ്മൾ പോയി കാണാം. അല്ലേ മോള്, നമുക്ക് ഗെയിംസ് കളിക്കാൻ പോണ്ടേ? ഓക്കെ, നമുക്ക് പോവാം. കമോൺ. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് സൂപ്പർ കേട്ടോ. ഇതിൻ്റെ ആംബിയൻസ് ഭയങ്കര രസമായി റിസോർട്ടിൻ്റെ. അതായത് നല്ല ലൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഇങ്ങനെ മിന്നി പറയുമ്പോൾ രസമുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ലൈറ്റായിട്ട് മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ് ഫീൽ ആവുന്നുണ്ട് കേട്ടോ ഇവിടെ നൈറ്റ് ലൈഫിലായിട്ട്. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ക്യാരംസ് ഉണ്ട്, ഹാൻഡ് ഫുട്ബോൾ ഉണ്ട്, ചെസ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, ഷട്ടിൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. സാധാരണ റിസോർട്ടിലൊക്കെ 2-3 ഗെയിംസ്, ഇവിടെ കുറേ ഉണ്ട്. അത് നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആണ്, പ്രോപ്പർലി മെയിൻറ്റൈൻഡ് ആണ്. റൂംസ് പോലെ തന്നെ ഇതൊക്കെ നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ ഡിന്നർ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഏകദേശം 8 o'clock ഷാർപ്പാകുമ്പോൾ ഇവിടെ ഡിന്നർ വന്നു. ഞങ്ങൾ റൂമിലേക്കാണ് ഓർഡർ ചെയ്തത്. വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. സോ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോസ് ഞാൻ രാവിലത്തെ ഇടുന്നുണ്ട്, ഇപ്പോൾ അല്ല. ഞങ്ങൾ ഇന്ന് കഴിച്ചത് കേർഡ് റൈസ് വാങ്ങിച്ചു, പിന്നെ ചപ്പാത്തി വാങ്ങിച്ചു, പിന്നെ മലബാർ ഫിഷ് കറി വാങ്ങിച്ചു. അപ്പോൾ ഈ 3 നമ്മൾ ഇന്നത്തെ ഫുഡ് ഡിന്നർ. കാരണം മോസ്റ്റ്ലി നമ്മൾ ചിക്കൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ കേട്ടോ. രാവിലെ മുതൽ നമ്മൾ ഇന്നലെയും ഫുൾ ടൈം ചിക്കൻ ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഫിഷിലേക്ക് തിരിഞ്ഞു. സോ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു അല്ലേ? നല്ല ഭക്ഷണമായിരുന്നു അല്ലേ? നല്ല ഭക്ഷണമാണ്. കേർഡ് റൈസൊക്കെ നല്ല ആ ഒരു കേർഡ് റൈസിൻ്റെ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഇഷ്ടമായോ? എന്തച്ചാറ്? അച്ചാറല്ലേ ഇപ്പോൾ വന്നത്? നീ കഴിയുന്നത് ഇതെന്താ സാധനം? ഓ, അച്ചാറ് പറയുന്നത്. അച്ചാറുണ്ടായിരുന്നു. അച്ചാറുണ്ടായിരുന്നു, ശരി തന്നെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഷട്ടിലൊക്കെ കളിച്ചു. ഷട്ടിൽ കളിച്ചതിന് ശേഷം ഞാനിവിടെ റൂമിലെത്തി. വൈഫും കുഞ്ഞുമോളും അതിൻ്റെ പേരിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ റൂംസിൻ്റെ ചാർജൊക്കെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാരണം ഞാൻ വീഡിയോ തുടങ്ങിയത് മുതൽ ഇവിടെ ചാർജ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ മുറികൾക്കും ഒരേ ചാർജാണ്. ഇതെല്ലാം AC പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എല്ലാ മുറികൾക്കും ഒരേ ചാർജാണ്. ഒരേ വ്യൂ ആയതുകൊണ്ട് ചാർജിലൊന്നും ഡിഫറൻസ് ഇല്ല. അകത്തെ ലക്ഷറിയൊക്കെ സെയിം തന്നെയാണ് ഏകദേശം. എന്തായാലും ഇതിൻ്റെ ചാർജ് വരുന്നത് 5000 മുതൽ 6000 വരെയാണ് ചാർജ് വരുന്നത് കേട്ടോ. അത് വേരി ചെയ്യുന്നുണ്ട്, ഫ്ലെക്സിബിൾ ആണ്. കാരണം വീക്ക് എൻഡ്സും ഹോളിഡേയ്സ് ഒക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൽ മതി. ഇത് ഞങ്ങളുടെ നമ്പറാണ്. കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഈ റിസോർട്ട്. അപ്പോൾ ഞങ്ങൾ ആ ദിവസത്തെ റേറ്റ് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വാരി ചെയ്യുന്നുണ്ട്. 5000 to 6000 ആണ് റേറ്റ് വരുന്നത്. ഷട്ടിൽ കളിച്ചു. രാത്രി ഇപ്പോൾ നമുക്ക് ഉറങ്ങാനുണ്ട്. അതിന് മുമ്പ് എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നു എന്ത് പറയും. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഷട്ടിൽ ഫൈനൽ റൗണ്ടിൽ ഒരു ദിവസം ഞാൻ ജയിച്ചു. പക്ഷേ ഫൈനൽ റൗണ്ടിൽ എൻ്റെ നമ്മ ഒന്നും ജയിച്ചിട്ടേ ഇല്ല. എന്താ പറഞ്ഞ ഞാൻ ജയിച്ചു. ഒരാൾ ജയിച്ചാൽ രണ്ടാമത്തെ ആൾ ജയിക്കില്ലല്ലോ. പറയാ അത് കറക്റ്റ്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. സമയം ഏകദേശം രാവിലെ 6:30 ആയിട്ടോ. ഞാനിപ്പോൾ നമ്മളെ റൂമിൻ്റെ ബാൽക്കണിയിലാണ് ഉള്ളത്. ഞാൻ പുറത്തേക്കുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ രാവിലത്തെ. സോ അവിടെയൊക്കെ ഒരു ട്യൂബൊക്കെ പോലെ ഉണ്ട് കേട്ടോ. കുറേ ട്യൂബുകളുണ്ട്. ആക്ച്വലി ഇന്നലെ നമ്മളെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞിരുന്നു ആ ഭാഗത്തൊക്കെ മാനൊക്കെ വെള്ളം കുടിക്കാൻ വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കാണാമെന്ന്.
പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടാലും അത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് വളരെ ദൂരത്താണ്. അതൊക്കെ കുറേ ദ്വീപുകളുണ്ട്, കുറേ ദൂരത്താണ് പക്ഷേ എല്ലാം. ഫ്ലോറിലും ഇതുപോലുള്ള 2 മുറികളുണ്ടാവും, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഞങ്ങളത് NC03 ആണ് കേട്ടോ മുറി. അപ്പോൾ ഈ 2 മുറികളും അറ്റാച്ച്ഡ് ആകാൻ അകത്ത് ഒരു റൂമുണ്ട്, അകത്തൊരു ഡോറുണ്ട്. ആ ഡോറ് വഴി നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 2 ഫാമിലിക്ക് വരുമ്പോൾ അത് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ബിൽഡിങ്ങിൻ്റെ മുന്നിലും ഇതുപോലത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അത് ഓരോ ബിൽഡിങ്ങിനും ഉണ്ട്. അപ്പോൾ ആ ബിൽഡിങ്ങിലെ റൂമുകൾ എടുത്തവർക്ക് അതത് പാർക്കിംഗ് സ്പേസിൽ കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങിയാൽ നേരെ പൂളിലേക്ക് എത്തും. നേരെ പൂളിലേക്കാണ്, അവിടെ പൂള് കാണാം കേട്ടോ. അപ്പോൾ അത്ര ഈസിയാണ്. നമ്മൾ ഈ റൂം പൂളിൻ്റെ അടുത്തായതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ള റൂമുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. താഴെയുള്ള മുറികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇറങ്ങിയാൽ ഇവർക്കൊരു ലോണ് കിട്ടും. ആക്ച്വലി താഴെയുള്ള മുറികളും മുകളിലുള്ള മുറികളും വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ താഴെയുള്ള മുറികളൊക്കെ ഇപ്പോൾ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പിന്നെ ഫ്രീ ആയാലും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഇവർ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ റൂംസ് പറ്റിയാലൊന്ന് കാണിച്ചു തരാം. ഈ പൂള് പുതിയൊരു പൂളാണ്. ആക്ച്വലി ഇത് മാർച്ചിന് ശേഷം മാത്രമാണ് ഈ പൂൾ ഇവിടെ വന്നത്. ഇതിന് മുമ്പ് ഇവിടെ പൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റി പൂളാണ്. ഏകദേശം നമുക്ക് ഈ പൂളിൻ്റെ അറ്റത്ത് നിന്ന് തന്നെ ലേക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ ഒരു ഇൻഫിനിറ്റി പൂളാണ്. പൂളിൽ തന്നെ 2 സെക്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന് ഡെപ്ത് കൂടിയത് വലിയവർക്കും ഡെപ്ത് കുറഞ്ഞത് കുട്ടികൾക്കും അതിൽ 2 സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ എയർ ബാഗ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, ഇപ്പോൾ അത്രയും ഡെപ്ത് ഇല്ലെങ്കിലും പിന്നെ നീന്താനൊക്കെ ഒരു അൺകംഫർട്ടബിൾ ആയവർക്ക് അത് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം. സോ അങ്ങനെയുള്ള ഇതിവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈമിങ്സൊക്കെ 7 AM to 7:30 ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. പിന്നെ പൂളിൽ ഇറങ്ങുമ്പോൾ സ്വിം സ്യൂട്ട് ധരിച്ചിരിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പേബിൾ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് ഇവിടെ ആരും സ്വിം സ്യൂട്ട് യൂസ് ചെയ്യുന്നില്ല എന്നാണ്. ആക്ച്വലി ഇത് റിസോർട്ട് നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മൾ ആ ഒരു റൂള് ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേബിൾ ബേസിൽ. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഈ പൂളിൻ്റെ തൊട്ടരികിലാണ് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ വരുന്നത്. കിഡ്സ് പ്ലേ ഏരിയയിൽ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇന്നലെ ഈവനിങ് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിരുന്നു. മോക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടിയല്ലേ, അപ്പോൾ ആ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഷവർ ഏരിയ ഉണ്ട്, ഷവറൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഷവർ ഏരിയൻ്റെ സൈഡിൽ ഇവിടെ ഒരു ചേഞ്ച് റൂം ഉണ്ട് കേട്ടോ, ഒരു ചേഞ്ച് റൂം. അപ്പോൾ നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ട് നനഞ്ഞാൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം. ഇരിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. ആക്ച്വലി പൂളിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു മ്യൂസിക്കും ഡാൻസൊക്കെ അറേഞ്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേജ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ ലേക്കിൻ്റെ പുറത്ത് തന്നെയാണ്, സൈഡിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഐ വിഷ് സം നൈറ്റ്സ് ലാസ്റ്റഡ് എന്നൊക്കെ. പിന്നെ ഇവിടെയും ഐ ഡോണ്ട് വാണ്ട് ഡാൻസ് ഇഫ് ഐ ആം നോട്ട് ഡാൻസിങ് വിത്ത് യു, അങ്ങനെ കുറേ വേർഡ്സൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ കുറേ ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജിൻ്റെ ഒരു സെറ്റിങ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദ ഗ്രിൽ. അപ്പോൾ ഇത് ഗ്രില്ലിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ അപ്പുറത്തൊരു ഭാഗത്താണ്, ഗ്രില്ല് ഇവിടെ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റൂമുകൾക്കും ഇങ്ങനൊരു ബാൽക്കണി ഉണ്ട്. ലേക്കിലേക്കുള്ള വ്യൂ എല്ലാ റൂമുകൾക്കും കിട്ടുന്നുണ്ട്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ റൂമുകൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഏത് റൂമിൽ നിന്നും വ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ഏരിയൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിക്കേണ്ട. ഇത് റെസ്റ്റോറൻ്റ് അല്ല, ഇത് ആക്ച്വലി ഒരു പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ഏരിയ കേട്ടോ. റെസ്റ്റോറൻ്റ് അങ്ങ് മുകളിലാണ്, നമ്മൾ കാണിച്ചു തരാം. ഇത് ആക്ച്വലി പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഗ്യാങ്ങിന് കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. ഫുഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു കാര്യം കേട്ടോ. സോ ഇവിടെയും ഇങ്ങനെ ഒരു എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എവറി പ്ലേസ് ഇസ് ബ്യൂട്ടിഫുൾ ബട്ട് കാസ ലേക്ക് വ്യൂസ് മൈ ഫേവറേറ്റ്, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്.
എ ലിറ്റിൽ പാർട്ടി നെവർ കിൽഡ് നോബഡി, അങ്ങനെയുള്ള കുറേ വേർഡ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ പിക്ചേഴ്സും ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് മുഴുവൻ വരുന്നത്. ഈ കാസ ലേക്കിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു സിമ്പിളാണ്, ഒരു ഇതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ എന്ന് പറയുന്നത്. ഇതിൻ്റെ റൂംസിൻ്റെ ഒക്കെ പുറകിൽ ആണ് ഇവിടുത്തെ റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ്റെ സൈഡിലായിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്, അത് കഴിഞ്ഞ് ഷട്ടിൽ കോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഗെയിം റൂമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഡ്രൈവേഴ്സ് ക്യാബിൻ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ഷട്ടിൽ കോർട്ടിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇന്നലെ രാത്രി നമ്മൾ കുറച്ച് കളിച്ചിരുന്നു ഇവിടെ. നല്ല ഒരു വലിയ കോർട്ടാണ്. പ്രോപ്പർലി എല്ലാം ബൗണ്ടറീസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രോപ്പർലി അത് വരച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒക്കെ തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഇത് ഒരു വലിയ കോർട്ടാണ്. ആക്ച്വലി നമുക്ക് ഫോർ പ്ലേയേഴ്സൊക്കെ ഈസിലി കളിക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ. ക്യാമ്പ് ഫയർ വേണമെങ്കിൽ രാത്രി അറേഞ്ച് ചെയ്ത് തരും. ആക്ച്വലി നമ്മളൊക്കെ കണ്ടു മടുത്തുകൊണ്ട് ഇത് പിന്നെ പ്രത്യേകമായിട്ട് ഒന്നും ചോദിച്ച് വാങ്ങാറില്ല. ആക്ച്വലി വേണമെങ്കിൽ ഇവിടെ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്ത് തരും. മഴയുണ്ടെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ രാവിലെയായി 8 മണിയായി, ചായ കുടിക്കാൻ പോവാ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ ബുഫേ സർവീസ് ഉണ്ട് മോർണിംഗ്. അപ്പോൾ റെസ്റ്റോറൻറ്റ്, മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ ലഞ്ചും ഡിന്നറുമാണ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പുട്ട്, ഇഡ്ഡലി, മുട്ട, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ലാവിഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ റെസ്റ്റോറൻറ്റ്. ലഞ്ചും ഡിന്നറും കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ആക്ച്വലി ഡിന്നർ റൂമിലേക്ക് ഓർഡർ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത റിസോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഓണത്തിന് 4 റിസോർട്ട് കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓൾറെഡി പോയിട്ട് ഞാൻ വീഡിയോ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2ാമത്തെ റിസോർട്ടാണ്. ഇനി 2 റിസോർട്ടും കൂടി ബാക്കിയുണ്ട്. അതായിരിക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ റിസോർട്ടിലെ വിശേഷങ്ങളും ഞങ്ങൾ ചെയ്ത ഈ വീഡിയോയും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഷെയറും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.